പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 65 അധ്യായം 2 തിരുലിഖിതം. കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ പക്കലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിക്കുന്നു. സങ്കീർത്തന പുസ്തകം 68 അധ്യായത്തിൽ 6 തിരുലിഖിതം. തടവുകാരെ മോചിപ്പിച്ച് അവിടുന്ന് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. സങ്കീർത്തനം 68:5 അവിടുന്ന് തൻ്റെ വിശുദ്ധ നിവാസത്തിൽ വിധവകൾക്ക് സംരക്ഷകനും അനാഥർക്ക് പിതാവുമാകുന്നു. ഓ ദൈവമേ, കൊടും വെയിലിരിക്കുന്നവർക്ക് തണുപ്പും കൊടുങ്കാറ്റിലിരിക്കുന്നവർക്ക് ശക്തിദുർഗവുമായി രൂപാന്തരപ്പെടണമേ.
ഓരോ വ്യതകളോടെ കണ്ണുനീർ പൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കണമേ കർത്താവേ. ആരുമില്ലാതെ അനാഥത്വം അനുഭവിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. മനസ്സിൻ്റെ മുറിവുകളെ അവിടുന്ന് സ്പർശിക്കണമേ. ദൈവീകമായ സമാധാനം നഷ്ടപ്പെട്ടു പോയി മരുഭൂമി പോലെ ചുട്ടരിയുന്ന ഹൃദയങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ കുളിർമഴയായി പെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിണ്ടുണങ്ങിയ മാനസങ്ങളിലേക്ക് ദൈവമേ ഇറങ്ങി വ്യാപരിക്കണമേ. ആസ്തികളുടെ താഴ്വരകളെ ജീവൻ്റെ സമൃദ്ധിയുള്ള താഴ്വരയാക്കിയ കർത്താവിൻ്റെ ആത്മാവിപ്പോൾ തകർന്ന കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവമക്കളുടെ മേൽ വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലിഖിതത്തിൽ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാം തിരുലിഖിതം, അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വെക്കും. യേശുക്രിസ്തുവിൻ്റെ നാമം പ്രത്യാശയുടെ നാമമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സകല ജനപദങ്ങൾക്കും, സകല ജാതി മതസ്ഥർക്കും, സകല ഗോത്രങ്ങൾക്കും, സകല വംശങ്ങൾക്കും, സകല ഭാഷക്കാർക്കും, സകല രാജ്യക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമം രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും പാപവിടുതലിൻ്റെയും ശാപമോചനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നാമമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. മത്തായി 12:21, അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വെക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഈ വചനം ഉദ്ഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തകർന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമുണ്ട്. അവൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കേരളത്തിലുള്ള ചെമ്മലമറ്റം ഇടവകയിലാണ് അവൻ വസിക്കുന്നത്. പാലാ രൂപതയിലുള്ള മീനച്ചിൽ താലൂക്കിലെ ചെമ്മലമറ്റം ഇടവകയിലാണ് അവൻ ജനിച്ച ചെറുപ്പം തൊട്ട് രോഗത്തിന് അടിമയാണ്. അവൻ്റെ തന്നെ വാക്കുകൾ അവൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ജന്മനാ ഞാൻ തണുപ്പും പൊടിയും ഉള്ള സ്ഥലത്ത് വലിയ ക്ലേശം അനുഭവിക്കുന്ന അലർജി രോഗത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സന്ധ്യയാകുമ്പോൾ മുതൽ രാവിലെ 8 മണി വരെ അസഹനീയമായ വിധം തുമ്മിക്കൊണ്ടിരിക്കും. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി മാറി മാറി ഡോക്ടർമാരെ കാണിച്ച് ചികിത്സിച്ചു കൊണ്ടിരുന്നു. എന്നാൽ രോഗം വിട്ടുപോകുന്നില്ല. അലർജിയുള്ള വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് മാത്രമാണ് അവന് ലഭിച്ചിരുന്ന പരിഹാരമായി ലഭിച്ചിരുന്ന ഉപദേശം. എന്തായാലും ഈ രോഗവുമായി അവൻ ക്ലേശിച്ച് ഒരു കുറവുമില്ലാതെ അവൻ കഷ്ടപ്പെട്ട് ദിവസം ചെല്ലുന്തോറും കൂടി വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഡിസംബർ 3 മുതൽ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് കപ്പാട് ബൈബിൾ കൺവെൻഷൻ നടന്നത്. ആ കൺവെൻഷൻ ദിവസങ്ങളിൽ ഈ കുട്ടി വന്ന് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് സകലരുടെയും പ്രത്യാശയായ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിച്ച് ഡിസംബർ 3 കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് കപ്പാട് ബൈബിൾ കൺവെൻഷൻ വെച്ച് ഞാൻ യേശുവിനെ ഉറക്കെ വിളിച്ച് അപ്പോൾ എൻ്റെ അലർജി രോഗത്തിലേക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി നിറഞ്ഞു. എൻ്റെ രോഗപീഠ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് എൻ്റെ ശരീരം വിട്ടിറങ്ങിപ്പോയി. ആ നിമിഷം മുതൽ ഞാൻ ഇതെഴുതുന്ന ഈ നിമിഷം വരെ സൗഖ്യമുള്ളവനാണ്. ഒരു പ്രാവശ്യം പോലും തണുപ്പ് നിമിത്തം ഞാൻ തുമ്മിയിട്ടില്ല. കഴിഞ്ഞ 11 വർഷമായി ഞാൻ ചുമന്നുകൊണ്ട് കിടന്ന മാരക രോഗമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാണ്. ജെയിംസ് ജോൺ, വെള്ളൂക്കുന്നേൽ, ചെമ്മലമറ്റം, കോട്ടയം ഡിസ്ട്രിക്റ്റ്. ആ മകൻ സന്തോഷത്തോടെ എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗികൾക്കും ക്ഷീണിതർക്കെല്ലാം യേശു പ്രത്യാശയാണ്. ഡോക്ടർമാരും ചികിത്സാ കേന്ദ്രങ്ങളും എല്ലാവരും ഉപേക്ഷിച്ച് എന്നാൽ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന്
ഇവിടെ ഇതിന് ഉപോത്ബലം യേശു ക്രിസ്തു തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ദൗത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. എന്താ ലോകത്തിൻ്റെ സ്വഭാവം? ഇച്ചിരി പണമൊക്കെ ഇല്ലാതായി, സ്വാധീനവും പവറൊക്കെ അധികാരമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ലോകത്തിൽ വിലയില്ലാത്തവനായാൽ ലോകം അവനെ മറവിയുടെ അങ്ങേ ലോകത്തേക്ക് പുറന്തള്ളും. ലോകത്തിൽ പിന്നെ അവന് കൂട്ടുകാരില്ല, ലോകത്തിൽ പിന്നെ അവന് വിലയില്ല. കാരണം അവൻ്റെ പണം നഷ്ടപ്പെട്ട് പണം ഇല്ലാത്തവനായി. ഇനി അവനോട് കൂട്ടുകൂടിയ ബാധ്യതയാണ്. അതുകൊണ്ട് അവനെ അങ്ങേയറ്റം സമൂഹം തള്ളിക്കളയുന്നു. ഒരു വ്യക്തി ആരോഗ്യമുള്ള സമയത്ത്, ഓടി നടക്കുന്ന സമയത്ത് ഈ വ്യക്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നിയാൽ അവന് കൂട്ടുകൂടാൻ ഒരുപാട് പേരുണ്ട്. എന്നാൽ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് മാരക രോഗിയായി, ഡോക്ടർമാർ ഉപേക്ഷിച്ച്, ആശുപത്രി ഉപേക്ഷിച്ച് അങ്ങനെ മാരക രോഗത്തിൻ്റെ പിടിയിലമർന്നാൽ പിന്നെ അധികം കൂട്ടുകാർ. കാരണം ഇനി ഇവനിൽ നിന്ന് ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നൊരവസ്ഥ വന്നാൽ എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം ഇട്ടുപേക്ഷിച്ച് ഇറങ്ങിപ്പോകും. പിന്നെ ഏകാന്തതയുടെയും വേദനയുടെയും നിമിഷങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ന് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ പുകഞ്ഞ തിരി കെടുത്തില്ല. പുകഞ്ഞ തിരിയാണെങ്കിൽ ലോകത്തിൻ്റെ സ്വഭാവം ഒന്ന് കെടുത്തിക്കളയുക. കാരണം ഇനി അതിൽ നിന്ന് പുക വന്നാൽ അവിടെ ഇരിക്കുന്നവർക്കൂടെ ശല്യമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തിരി എല്ലാവർക്കും ഇഷ്ടമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തിരി എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഇരുട്ടത്ത് വെളിച്ചം വേണം, തണുപ്പത്ത് ചൂട് വേണം, ഉപകാരമുള്ളവരെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ തിരി കെട്ട് അത് പുകയാൻ തുടങ്ങിയാലോ പിന്നെ അതിനെ കെടുത്തി കളയുക. ഇത് ലോകത്തിൻ്റെ നീക്കമാണ്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല. യേശു ക്രിസ്തു പുകഞ്ഞ തിരി കെടുത്തുകയില്ല. പുകഞ്ഞ തിരിയെ എഴുതി തള്ളുന്നവനല്ല യേശു. പുകഞ്ഞ തിരി യേശു ക്രിസ്തു കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. ഞാങ്ങണ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകണം. ഇത് ഞാങ്ങണ ചതഞ്ഞാൽ പിന്നെ ഉപകാരമില്ലെന്ന് മാത്രമല്ല, അത് അത്രയും സ്ഥലം വേസ്റ്റാക്കി കളയും. അപ്പം ഞാങ്ങണ ചതഞ്ഞാൽ പിന്നെ അതിനെ ഒടിച്ച് ദൂരെ വേസ്റ്റാക്കി കത്തിച്ച് കളയും എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തവർ, നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കാത്തവർ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒപ്പം എത്താത്തവർ, ചതഞ്ഞ ഞാങ്ങണ കർത്താവ് ഒടിക്കുന്നില്ല. കർത്താവ് ഒടിക്കുന്നില്ല. കർത്താവ് ഒരു കൈ സഹായിക്കാനാണ് നോക്കുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തി 10 വർഷമായി വളരെ ക്ലേശിച്ചിരുന്നൊരു വ്യക്തിയാണ്. പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ശ്രദ്ധിക്കാം. എനിക്ക് 10 വർഷമായി വലിവും ശ്വാസം മുട്ടലും നിമിത്തം കഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. മാറാല, പൊടി ഇവയുടെ സമീപത്ത് എവിടെയെങ്കിലും ചെന്നാൽ മതി, പിന്നെ അന്ന് എനിക്ക് ഉറക്കാൻ പറ്റില്ല. മോര് കൂട്ടുകയോ അതുപോലുള്ള മറ്റ് വസ്തുക്കൾ കഴിക്കുകയോ ചെയ്താൽ പിന്നെ എനിക്ക് ഉറക്കമോ വിശ്രമമോ ഇല്ല. വലിച്ചു വലിച്ച് ഞാൻ മരിക്കാറാവും. തണുത്തത് കഴിക്കാൻ പറ്റുകയില്ലായിരുന്നു. അസുഖം കൂടുമ്പോൾ 13 രൂപ വിലയുള്ള ഗുളിക തുടർച്ചയായിട്ട് എടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 സെപ്റ്റംബർ മാസത്തിൽ 12, 13, 14 തീയതികളിൽ മണ്ണാർക്കാട് ഫൊറോന പള്ളിയിൽ വെച്ച് സെഗിയോൺ ടീമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നത്. ആ ദിവസത്തിൽ വട്ടായിലച്ചൻ ശുശ്രൂഷയുടെ സമയത്ത് പറഞ്ഞു, അലർജി രോഗവും ശ്വാസം മുട്ടലും ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് വാത്സല്യത്തോടെ സ്പർശിക്കുന്നു. ആ ക്ഷണം എൻ്റെ രോഗം വിട്ടുപോയി. അതിനുശേഷം ഇന്നേക്ക് ഞാനിത് എഴുതുമ്പോൾ ഇത് 79ാമത്തെ ദിവസമാണ്. ഇന്ന് വരെ എനിക്ക് എത്ര തണുത്തത് കഴിച്ചാലും പയർവർഗ്ഗങ്ങളോ മോരോ കൂട്ടിയാലും എനിക്കൊരു ശ്വാസം മുട്ടലും അലർജി രോഗവും ഇല്ല. തണുപ്പടിച്ചാലും പൊടി അടിച്ചാലും മറാലയുടെ അടുത്ത് പോയാലും എനിക്കിന്നൊരു കുഴപ്പമില്ല. ഞാനിന്ന് പൊടി അടിക്കുന്നു, വീടടിക്കുന്നു, വീട് ക്ലീനാക്കുന്നു, വീട്ടിലുള്ളിൽ എല്ലാ പണികളും ഞാൻ ചെയ്യുന്നു. രാത്രിയിൽ കിടന്നാൽ നേരം വെളുക്കുന്നത് പോലും അറിയുന്നില്ല. അതുപോലെ ഗാഠനിദ്രയാണ് ഈശോ എനിക്ക് തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും ഉറങ്ങിയിട്ടില്ലാത്ത വിധമാണ് ഈ കഴിഞ്ഞ 79 ദിവസമായി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് മണ്ണാർക്കാട് ഇടവകയിൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതെ 10 വർഷമായി ശ്വാസം മുട്ടി വലിച്ചു വലിവിൻ്റെ രോഗം നിമിത്തം അങ്ങേയറ്റം പീഡ അനുഭവിച്ചിരുന്ന മകളാണ്. ആ മകൾ ഒരു നാൾ പ്രത്യാശയോടെ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവേ എന്ന് വിളിച്ച് ആ മകളോട് വലിയ അലിവോടെ ഈശോ ചെന്ന് സുഖപ്പെടുത്തി. യേശു ക്രിസ്തു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്, ഞാൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല,
പുകഞ്ഞ തിരിക്കെടുത്തുകയുമില്ല. യെശയ്യായുടെ പുസ്തകത്തിൽ 56-ാം അധ്യായത്തിൽ അവിടുന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ നിങ്ങൾക്ക് സന്തോഷം നൽകും. യെശയ്യായുടെ പുസ്തകത്തിൽ 56-ാമത്തെ അധ്യായത്തിൽ 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് സന്തോഷം നൽകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് മനുഷ്യർക്ക് സന്തോഷം നൽകുന്നതിൽ ആഹ്ലാദമുള്ളൊരു ദൈവമാണ് ബൈബിളിലെ ദൈവം. ദുഃഖിച്ചിരിക്കുന്നവർക്ക്, മനപ്പീടയിലിരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കുന്നതിൽ ഹൃദയത്തിൽ ആഹ്ലാദമുള്ളവനാണ് ജീവിക്കുന്ന കർത്താവ്. ഞാൻ മറ്റൊരു അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത് എളവമ്പാടം എന്ന പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട സംഭവമാണ്. എളവമ്പാടം പള്ളിയിൽ അച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടവക ധ്യാനമായിരുന്നു. ധ്യാനത്തിൻ്റെ സമാപന ആരാധന സമയത്ത് വലിയ ഒച്ചയും ബഹളവും കാറലും കൂവലും എല്ലാം കേൾക്കാം. ഞാൻ വിചാരിച്ചത് എന്താ പറ്റിയത്, വല്ല അബ്നോർമലായോ, എന്തായാലും ശരി ആരാധന തീരട്ടെ, അതിനുശേഷം നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആരാധന തീർന്നപ്പോൾ പറയുകയാണ്, ഒരു സഹോദരി പറയുകയാണ്, എൻ്റെ വയറ്റിൽ ഓറഞ്ചിനേക്കാൾ വലുപ്പമുള്ള നേന്ത്രക്ക പോലെയുള്ള ഒരു മുഴയുണ്ടായിരുന്നു പുറത്ത്. അതിന് ചുറ്റുപറ്റി ചെറിയ ചെറിയ വേറെ മുഴകളുണ്ടായിരുന്നു. അങ്ങനെ രോഗകരമായ മുഴകളോടുകൂടെ വയറിൻ്റെ അടിവയറിൻ്റെ ഭാഗത്ത് മുഴകളോടുകൂടെ കഷ്ടപ്പെടുന്ന സഹോദരി പറയാണ്, എൻ്റെ മുഴ അപ്രത്യക്ഷമായിരിക്കുകയാണെന്ന്. ആ സഹോദരൻ്റെ സ്വന്തം വാക്കുകളിൽ നമുക്കൊന്ന് ശ്രവിക്കാം. എൻ്റെ പേര് ഷൈനി. ഞാൻ പാലക്കാട് രൂപതയിൽ നീതിപുര ഇടവകയിൽ താമസിക്കുന്നു. ഞാൻ ഇളവമ്പാട ഇടവകയിൽ സെഗിയോൺ ടീം നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്തു. എനിക്ക് 12 വർഷമായി വയറിൻ്റെ വലതുവശത്തായി വാഴയ്ക്ക വലിപ്പത്തിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. പിന്നീട് അത് വലുതായിക്കൊണ്ടിരുന്നു. 5 വർഷമായി ഒന്നിലധികം മുഴകളായി ആ ചുറ്റുവട്ടത്ത് പടർന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയും നീരുമായി അത് വീർത്ത് വന്നുകൊണ്ടിരുന്നു. വയറിൻ്റെ അകത്തും തൊലിക്ക് പുറത്തും തൊടാൻ പറ്റാത്ത സ്ഥിതി വീർത്ത് വരികയാണ്. നടക്കുവാനോ ഇരിക്കുവാനോ ഒരു സ്റ്റെപ്പ് കയറുവാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇറങ്ങാൻ പറ്റില്ല, മൂത്രം പോലും പോകാത്ത സ്ഥിതിയായി. ഈ അവസ്ഥയിലാണ് ഞാൻ ഇളവമ്പാടത്ത് സെൻറ് തോമസ് പള്ളിയിൽ ധ്യാനത്തിന് പോയത്. നവംബർ 17 മുതലാണ് ധ്യാനം തുടങ്ങിയത്. തുടക്കം മുതലേ ഞാൻ ധ്യാനത്തിൽ യേശുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. സമാപന ദിവസം ആരാധനയുടെ സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു യേശുവേ എന്ന് വിളിച്ചപ്പോൾ അൾത്താരയിൽ നിന്ന് ഒരു സന്ദേശം, പരിശുദ്ധാത്മ പ്രേരിതമായി ഒരു സന്ദേശം പറഞ്ഞു. ഇതാ വയറ്റിൻ്റെ അടിഭാഗത്ത് മുഴയുള്ള ഒരു വ്യക്തിയെ ഈശോ കരുണാപൂർവ്വം സുഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന പോലെ തോന്നി. ഞാൻ വയറിൻ്റെ ഭാഗത്ത് തൊട്ട് നോക്കിയപ്പോൾ മുഴയുടെ ഭാഗം ചുരുങ്ങി പോകുന്നതായി തോന്നി. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തടിപ്പ് പോലും ഇല്ലാത്ത വിധം ആ ഭാഗം പഴയതുപോലെയായി. ഞാൻ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലൂടെ തുള്ളിച്ചാടി ഓടി. ഞാൻ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കാൻ തോന്നി. ഒരു കുഴപ്പവുമില്ലാതെ, മൂത്രമില്ലാതെ ഞാൻ മൂത്രം ഒഴിച്ചു. സ്റ്റെപ്പുകൾ ഓടിക്കയറി. എനിക്ക് അതുവരെ 12 വർഷമായി ഞാൻ ചുമന്നുകൊണ്ടിരുന്ന ആ വേദനയോ ആ തടസ്സമോ ഒരു തരി പോലും ഇല്ലാത്ത വിധം വിട്ടുമാറിപ്പോയി. ധ്യാന സമാപന നിമിഷങ്ങളിൽ എൻ്റെ ഈശോ കരുണയോടെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. 12 വർഷത്തിന് ശേഷം എൻ്റെ വയറ് കർത്താവ് 12 വർഷത്തിന് മുമ്പത്തെ പോലെ പരിപൂർണമായി കേടില്ലാത്തതാക്കി തീർത്തു തന്നു. എൻ്റെ ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഷൈനി സെബാസ്റ്റ്യൻ, പുത്തൻപുര, എളവമ്പാടം PO, നീതിപുരം, പാലക്കാട്. ഈ സഹോദരിക്ക് 12 വർഷമായി ചുമന്നുകൊണ്ട് നടന്ന രോഗം. ഓരോ ദിവസം ഞങ്ങൾ കൂടി ഇന്നൊന്ന് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ മൂത്രം ഒഴിക്കാനോ ഒന്നിനും പറ്റാതെ കഠിന വേദന സഹിച്ച് നരകിച്ചിരുന്നൊരു സഹോദരി യേശുവേ എന്ന് വിളിച്ചപ്പോൾ വാത്സല്യത്തോടെ ഈശോ ഇടപെട്ട് സുഖപ്പെടുത്തി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു രോഗികളുടെ നാഥനാണ്. യേശുക്രിസ്തു മനസ്സല്യമുള്ളവനാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 15-ാം വാക്യം, അനേകം പേർ അവനെ അനുഗമിച്ചു, അവരെല്ലാം അവൻ സുഖപ്പെടുത്തി. ഇവരെന്തിനാ വന്നിരിക്കുന്നത്? ഇവർ മാനസാന്തരപ്പെടുന്നുണ്ടോ? ഇവരല്ലെങ്കിൽ വെറുതെ സുഖം പ്രാപിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? രോഗശാന്തിക്ക് വേണ്ടി ഓടിക്കൂടിയതാണോ? ഇതൊന്നും ഈശോ അന്വേഷിക്കാൻ നിന്നില്ല. അനേകം പേർ അവൻ്റെ പുറകെ ചെന്നവരെല്ലാം അവൻ സുഖപ്പെടുത്തി.
ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്പർശിക്കണമേ, അങ്ങയുടെ പൊന്നോമനകളെ സ്പർശിക്കണമേ കർത്താവേ. കടബാധ്യത, കുടുംബ തകർച്ചകൾ, മനപ്രയാസങ്ങൾ, നിരാശകൾ, ജീവിതത്തിൽ ഒരിക്കലും ഇനി രക്ഷപ്പെടില്ല എന്ന വിധം തകർന്നു പോയ കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഓ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വേർതിരിവില്ലാതെ സകല ജാതികളെയും സകല വംശങ്ങളെയും സകല ഗോത്രങ്ങളെയും ഏറ്റെടുക്കുന്നവനാണല്ലോ. വിജാതിയർ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വെക്കും, വിജാതിയർ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വെക്കും. സകലർക്കും യേശു സ്വന്തമാണല്ലോ കർത്താവേ. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സകല വംശങ്ങൾക്കും സകല ഗോത്രങ്ങൾക്കും യേശു സ്വന്തമാണല്ലോ. വിജാതിയർ അവൻ്റെ നാമത്തിൽ പ്രതീക്ഷ വെക്കും. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ, ഇപ്പോൾ ദൈവിക വിശ്വാസം കൊണ്ട് ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഈശോയുടെ അരികിലേക്ക് കുറേ പേർ ഒരു തളർവാദ രോഗിയെയും എടുത്തുകൊണ്ട് വന്നു. ഈശോയ്ക്ക് മനസ്സലിവ് തോന്നി. ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. മറ്റൊരിക്കൽ കുഷ്ഠരോഗിയോട് കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തകർന്നവരോടും രോഗികളോടും അങ്ങേയറ്റം മനസ്സലിവുള്ള കർത്താവ് അവിടുന്ന് ഇന്ന് ദിവ്യകാരുണ്യ രൂപനായതാ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ അരികത്തെത്തിയിരിക്കുകയാണ്. ഈ നിമിഷം മകനെ, മകളെ, നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിലേക്ക് നോക്കി, കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് നീട്ടി ഹൃദയത്തിൽ നുറുങ്ങി യേശുവിനെ വിളിക്കുന്നെങ്കിൽ അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഇതാ കർത്താവ് കൂടെ വസിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, നിലവിളിക്ക് ചെവി ചായിച്ച് മറുപടി തരുന്ന കർത്താവേ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവപുത്രനായ യേശുവേ, ഇപ്പോൾ നിലവിളിച്ച് കരയുന്ന കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളിലേക്ക് ദൈവിക ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഊരാക്കുടുക്കുള്ള പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ച് ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ, ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ബീന. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ നവംബറിലെ ആദ്യ വെള്ളിയാഴ്ച കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് എനിക്ക് വളരെ അസ്വസ്ഥതമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. കാരണം എൻ്റെ ഈ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു, ഈ കൈ പൊക്കാൻ മേല, കൂടാതെ പൈൽസിൻ്റെ അസുഖവും ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 8 വർഷത്തോളം ആയിരുന്നു. 8 വർഷത്തോളമായി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ വേദനയും ഒരു 5 വർഷത്തോളമായി. ഞാൻ 2 ഹോസ്പിറ്റലിൽ പോയി. 2 സ്ഥലത്ത് ചെന്ന ഡോക്ടർമാരും എന്നോട് പറഞ്ഞു, വെയിറ്റ് ഇട്ട് കിടക്കണം കഴുത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോവും, ഈ വശത്ത് ഭയങ്കര വേദനയും ഇങ്ങനെ വന്ന് എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ പുറകുവശത്തും ഒക്കെ എനിക്ക് വേദന വന്നിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ടി വിയിൽ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്. അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഒരു പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ വിളിച്ചു പറഞ്ഞു, 40ഓളം പേരുടെ കഴുത്ത് വേദനയും കൂടാതെ പൈൽസ് 40 പേരുടെയും അസുഖം കുറച്ചതായിട്ട് ഈശോ വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ആ സമയത്ത് ഇരുന്ന് എൻ്റെ ഈശോയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഈശോയെ, ആ 40 പേരിൽ ഒരാൾ ഞാനായിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഞാൻ അങ്ങനെയെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി. അന്ന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എനിക്ക് കുറേശ്ശെ കഴുത്ത് വേദനയും ഉണ്ടായിരുന്നു, ഈ പൈൽസിൻ്റെ ഇതും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല, കഴുത്തിന് വേദനയില്ല, ഈ പൈൽസും ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് കഴുത്തിന് വേദനയും ഇല്ല. ഈ 2 രോഗവും എന്നെ
അത് പൂർണ്ണമായി അലട്ടിയിട്ടില്ല, വിട്ടുമാറിപ്പോയി. പൂർണ്ണമായിട്ട് വിട്ടുമാറി ഇത് ഞാൻ എത്ര വിശ്വസിക്കുന്നു. നാളായിട്ടുള്ളതാണ് പൈൽസ് രോഗം? എത്ര നാളായിട്ടുള്ളതാണ്? പൈൽസ് രോഗം 7 വർഷമായിട്ട്. 7 വർഷമായിട്ടുള്ള പൈൽസ് രോഗം. കഴുത്തിന്റെ വേദനയോ? 5 വർഷമായിട്ട്. 5 വർഷമായിട്ട് കഴുത്തിന്റെ വേദനയും 7 വർഷമായിട്ട് പൈൽസ് രോഗമുള്ള ഈ മകളെ നവംബറിലെ ആദ്യ വെള്ളിയാഴ്ച ഈശോ സുഖപ്പെടുത്തി. പിന്നെ തിങ്കളാഴ്ച മുതൽ പരിപൂർണമായി മകൾ സൗഖ്യം അനുഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.